നമസ്കാരം. വീടുകൾ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കായിട്ട് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒത്തിരി ഭംഗിയിൽ എക്സ്റ്റീരിയറും അതിലേറെ മനോഹരമായ രീതിയിൽ തന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. ഈ വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് പുല്ലൂരുള്ള അബ്ബാസ് സുമയ്യ ദമ്പതികളുടെ വീടാണ്. ഇരുനിലയിലായിട്ട് 4 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മുടെ വീഡിയോൻ്റെ താഴെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ടാഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യൂലേ, ആ ഒരു സെയിം രീതി തന്നെയാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനും ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. നമ്മളതേ കയറി വരുമ്പോഴേ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് ആണ് വരുന്നത്. വീടിനോട് മാച്ച് ആവുന്ന തരത്തിൽ തന്നെ കോമ്പൗണ്ട് വാളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുറ്റത്തൊക്കെ ആയിട്ട് ബേബി മെറ്റലും ആണ് കൊടുത്തിട്ടുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോഴേ ഒത്തിരി മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് നിങ്ങൾ കണ്ടില്ലേ. ഇനി ഉള്ളിലെ വിശേഷങ്ങൾ കാണുകയാണെങ്കിലും വേറെ ലെവലാണ് കേട്ടോ. അത്രയും ലക്ഷറി ഫീലാണ് ഓരോ ഡിസൈനിങ് ആയാലും ഓരോന്നിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ വീട് ആകെ മൊത്തം 2700 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വരുന്നത്. വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരികയാണെങ്കിൽ ഇതാ ഈ ഭാഗത്തുള്ള ഷോ വാളിലായിട്ട് സിമെന്റ് ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു ഭാഗത്ത് വലിയൊരു ഗ്ലാസ് വിൻഡോയും വരുന്നുണ്ട്. എക്സ്റ്റീരിയറിനെ ഒത്തിരി ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ആ വിൻഡോ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിലും അവിടെ മുകളിൽ നമ്മുടെ ഒരു റൂമിന്റെ ഭാഗമാണ് കേട്ടോ അത്. ആ വിൻഡോനൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ഭാഗം വന്നിട്ട് അവിടെ ടെക്സ്ചർ പെയിന്റും കൂടാതെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ട് ആയാലും കൂടാതെ ബാൽക്കണി ആണെങ്കിലും ഏകദേശം സെയിം ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. നമ്മുടെ എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിൽ ഇവിടെ ദാ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഡേ വ്യൂ നിങ്ങൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മൾ നൈറ്റ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇതുപോലെ കോമ്പൗണ്ട് വോളിലൊക്കെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ എക്സ്റ്റീരിയർക്ക് വരികയാണെങ്കിലോ മൊത്തത്തിലായിട്ട് LED ലൈറ്റ്സും സ്പോക്ക് ലൈറ്റ്സും ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നൈറ്റ് വ്യൂ വന്നിട്ടും വേറെ ലെവലാണ്. അപ്പം നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഇഷ്ടമായ ഒരു വേഗം തന്നെ കമന്റ് ചെയ്തോളിട്ടാ. അപ്പൊ ഈ വീടിന്റെ പ്ലാൻ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതാ വീഡിയോയിൽ പ്ലാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ചേഞ്ച് ഒക്കെ ഇവർ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പ്ലാനിൽ വരുന്ന സൈസ് എന്തായാലും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ നീളത്തിൽ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിന്റെ ബേസിലൊക്കെ ആയിട്ട് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. 330-200 സൈസിൽ വരുന്ന നമ്മുടെ സിറ്റ് ഔട്ടിൽ ഫ്ലോറിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ബോർഡറിലായിട്ട് ലെപ്പോത്ര ഗ്രാനൈറ്റും കൂടാതെ മാർബിളും ആണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലൊരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു പില്ലറിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് കേട്ടോ അത് വരുന്നത്. ഇവിടെ ലൈറ്റ് ക്രീം ആൻഡ് വുഡൻ തീമിൽ നല്ല മോഡേൺ ആയിട്ടുള്ള 2 ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ കാഡോറും മുക്കാഡോറും വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ. 2 വലിയ വുഡൻ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡോറിന്റെ വുഡ് വന്നിട്ട് ഇരുളാണ് കേട്ടോ. ഡോറിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ഇവിടെ മുകളിലായിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ അറബിക് കാലിഗ്രാഫിയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സിറ്റ് ഔട്ടിലെ സീലിംഗ് കണ്ടില്ലല്ലോ. സീലിംഗിലായിട്ട് ഇതാ ഇതുപോലെ ജിപ്സം സീലിംഗ് കൊടുത്തിട്ട് LED ലൈറ്റ്സും കൂടാതെ പ്രീമിയം സീലിംഗ് ഫാനും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മളിതേ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോഴേ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒത്തിരി മനോഹരമായി ഡിസൈൻ ചെയ്തൊരു ഹോളാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നമ്മൾ ആദ്യം എത്തുന്നത് ഫോയറിലേക്കാണ്. നമ്മുടെ ഫോയറിൽ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗോൾഡൻ വൈറ്റ് കോൺസോൾ ടേബിൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ ഭാഗത്ത് കോർണറിലായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു പ്ലാന്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ
ഈ ടേബിളിൽ ഇതുപോലെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കൂടാതെ അവിടെ തന്നെ വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു മെറ്റൽ വോൾ ഡെക്കറും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ ഇടതുവശത്തായിട്ടാണ് കേട്ടോ ലിവിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഇതുപോലെ ഫ്ലൂട്ടഡ് ഗ്ലാസ് മെറ്റൽ വോൾ പാർട്ടീഷൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ലക്ഷറി ലുക്ക് തന്നെ തോന്നിക്കുന്നുണ്ട്. 330-305 സൈസിൽ വരുന്ന നമ്മുടെ ഈ ലിവിംഗ് ഏരിയയിൽ എത്ര ഭംഗിയിലാണെന്നറിയോ സോഫ സീറ്റർ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ എൽ ഷേപ്പിലായിട്ട് തന്നെ സോഫ സീറ്റർ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നടുക്കായിട്ട് ഒത്തിരി ഭംഗിയിൽ വരുന്ന ഒരു ടീ ടേബിളും കൂടാതെ ഈ കോർണറിലായിട്ട് തന്നെ ഒരു പ്ലാന്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മുടെ എക്സ്റ്റീരിയറിന് കണ്ട ആ ഒരു വലിയ വിൻഡോ ഇല്ലേ, ഗ്ലാസ് വിൻഡോ, അത് വന്നിട്ട് അവിടെ ആയിട്ട് ഷിയർ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് കാണുന്ന വിൻഡോയിലായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ടും ഒരു പ്ലാന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സോഫയുടെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. ഇതുപോലെ TV അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രോയർ കൊടുത്തിട്ടാണ്. ഇവിടെ വോളിലായിട്ട് ഇതുപോലെ വലിയൊരു നിഷ് ഡിസൈൻ വരുന്നുണ്ട്. അതിനുള്ളിലായിട്ട് ബ്ലാക്ക് ലൂവേഴ്സും ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലിവിംഗിലായിട്ട് സീലിംഗ് ഇതുപോലെ ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ വരുന്നത്. അവിടെ നല്ല ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അത് നമുക്ക് മുകളിൽ നിന്ന് കാണാവേ. നമ്മളിത് ഇനി തിരിച്ച് ഫോയറിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ നേരെ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ കോർട്ട്യാർഡിന്റെ വ്യൂ ആണ് കേട്ടോ. കൂടാതെ ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും ഒത്തിരി ഭംഗിയിൽ ജിപ്സം സീലിംഗ് കൊടുത്തിട്ട് LED ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ വന്നിട്ട് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ ആ ഒരു വ്യൂ വന്നിട്ട്. ആ ഒരു ഭാഗത്ത് നിന്നാണ് ഡൈനിങ് ഏരിയയും കിച്ചൺ ഒക്കെ വരുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ടോട്ടല് 4 ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് 2 ബെഡ്റൂം വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ബെഡ്റൂമും വാഷ് ഏരിയ ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ ബെഡ്റൂം നോക്കിയല്ലേ. ഏകദേശം 330-350 സൈസിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടാണ്. ഹെഡ് ബോർഡിന്റെ ഭാഗത്ത് ഇതുപോലെ കുഷൻ ടൈപ്പ് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. ഇവിടെ കോട്ടിന് 2 വശത്തായിട്ടും 2 സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ വോളിലായിട്ട് നടുക്കൊരു മെറ്റൽ വോൾ ഫ്രെയിമും 2 വശത്തായിട്ട് 2 വിൻഡോസ് വരുന്നുണ്ട്. കൂടാതെ മറുവശത്തെ വോളിലായിട്ട് ഒരു വലിയ വിൻഡോയും വരുന്നുണ്ട് കേട്ടോ. വിൻഡോസിലൊക്കെ നല്ല ഫാബ്രിക്കിൽ വരുന്ന റോമൻ ബ്ലൈൻഡ്സിനാണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സീലിംഗിലായിട്ട് ഇതുപോലെ ജിപ്സം സീലിംഗ് കൊടുത്തിട്ട് LED ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റ്സും ഒക്കെ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ റൂമിൽ വാർഡ്രോബും അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. ഇവിടെ വാർഡ്രോബ് വന്നിട്ട് ഇതുപോലെ വൈറ്റ് ആൻഡ് വുഡ് തീമിൽ സ്ലൈഡിംഗ് ഡോറൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബിലായിട്ട് മിറർ വരുന്നില്ല. പകരം ഈ വോളിലായിട്ട് സിമ്പിൾ ആയിട്ടൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് മുകളിലും ഇതുപോലെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടുത്തെ ബാത്റൂം നോക്കല്ലേ. ഡോർ വന്നിട്ട് FRP ഡോർ ആണ് കേട്ടോ. 200-150 സൈസിൽ വരുന്ന നമ്മുടെ ഈ ബാത്റൂമിൽ ഗ്ലോസി ഫിനിഷിൽ തന്നെ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷവർ ഏരിയ ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വാഷ് ബേസിനും മിററും കൊടുത്തതായിട്ട് കാണാം. നമ്മളിത് വീണ്ടും തിരിച്ച് ഹാളിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് കേട്ടോ ഇവിടെ സ്റ്റെയർ ഒക്കെ വരുന്നത്. അപ്പൊ സ്റ്റെയറിന്റെ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ നമുക്ക് ഈ ഭാഗത്തായിട്ടല്ലേ വാഷ് ഏരിയ വരുന്നത്. അപ്പൊ നമുക്കിനി അത് നോക്കാം. ഇവിടെ ഷോവാളായിട്ട് ബ്ലാക്ക് ലൂവേഴ്സും ഇതുപോലെ സ്ക്വയർ ടൈപ്പിൽ വരുന്ന വലിയ മിറർ കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ മുകളിലായിട്ട് 2 സിലിണ്ടർ ലൈറ്റും കൂടാതെ ഇന്ന് നമ്മുടെ വാഷ് ബേസിൻ ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ബേസിലായിട്ട് ഇതുപോലെ വൈറ്റ് ടൈല്, നടുക്കായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് വാഷ് ബേസിനും താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ കബോർഡ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേ നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ കാണുന്ന ആ ഒരു കോർട്ട്യാർഡിന്റെ വ്യൂ ഒക്കെ ഒന്ന് കാണില്ലേ. ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ കോർട്ട്യാർഡിന്റെ ഫ്ലോറിലായിട്ട് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റും കൂടാതെ നടുക്കായിട്ട് വൈറ്റ് പെബിൾസും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ബ്ലൂ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷോവാളിലായിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു അറബിക് കാലിഗ്രാഫി കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ സൈഡിലായിട്ടുള്ള വോളിൽ നോക്കിയാൽ നമ്മൾ ലിവിംഗിൽ കണ്ടില്ലേ, അതുപോലെ വലിയൊരു നിഷ് ഡിസൈൻ വന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ പരഗോള ഡിസൈൻ കൊടുത്തിട്ട് ലൈറ്റ്സും വരുന്നുണ്ട്. ഈ ഭാഗത്തിന്റെ വോളിലായിട്ട് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വോൾ ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളിത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഏകദേശം 350-350 സൈസിൽ തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഏകദേശം നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ ആ ഒരു സെയിം ഡിസൈൻ ഒക്കെ തന്നെയാണ് വരുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ഹെഡ് ബോർഡിന്റെ ഭാഗത്ത് ഇതുപോലൊരു കുഷൻ ടൈപ്പ് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വലിയ വിൻഡോ ആണ് കേട്ടോ വരുന്നത്. അതിന് ഇതുപോലെ ഫുൾ കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡബിൾ കർട്ടൻസ് വരുന്നുണ്ട്. ഇനി നമ്മുടെ കോട്ടിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു മെറ്റൽ വോൾ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. 2 വശത്തായിട്ട് 2 വിൻഡോസ് വരുന്നുണ്ട്. അതിലൊക്കെ റോമൻ ബ്ലൈൻഡ്സ് ആണ് ഈ കർട്ടൻസ്.
ഇവിടെ സീലിംഗിലായിട്ട് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ വന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സും LED ലൈറ്റ്സും ഒക്കെ ആണ് വരുന്നത്. ഇനി ഇവിടെ വാർഡ്രോബും ബാത്റൂമും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു വൈറ്റ് ആൻഡ് വുഡ് തീമിൽ സ്ലൈഡിംഗ് ഡോർ ഒക്കെ വരുന്ന വാർഡ്രോബാണ്. ആ വോള് മൊത്തത്തിൽ ഇതുപോലെ സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. കൂടാതെ സിമ്പിൾ ആയിട്ട് തന്നെ ഒരു മിറർ ഈ വോളിലായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇവിടുത്തെ ബാത്റൂം നോക്കല്ലേ. ഈ ഡോർ വന്നിട്ടും FRP ഡോർ ആണ് കേട്ടോ. 200-150 സൈസിൽ നല്ല ഭംഗിയിലെ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം ആണ് കേട്ടോ ഇത്. ഈ ബാത്റൂമിന്റെ ടൈലിംഗ് ഒക്കെ എങ്ങനെയാ, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വാഷ് ബേസിനും മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഇനി തിരിച്ച് ഹാളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ കാണണ്ടേ. ഈ ഒരു ഭാഗത്തായിട്ട് നല്ല വിശാലായിട്ട് തന്നെയാണ് കേട്ടോ ഡൈനിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. 420-330 സൈസിൽ വരുന്ന നമ്മുടെ ഈ ഡൈനിങ് ഏരിയയിൽ 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ നല്ല വലിയൊരു ടേബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ടേബിളിന്റെ ആ ഒരു ലെഗിന്റെ ഭാഗമൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. കൂടാതെ ചെയർ വന്നിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ കുഷൻ സീറ്റർ ഒക്കെ വരുന്ന നല്ല കംഫർട്ട് ആയിട്ടുള്ള ചെയർ ആണ് കേട്ടാ. ഇവിടെ ഈ ഭാഗത്ത് കാണുന്ന വോളില്ലേ, ഇവിടെ ആയിട്ട് നമ്മൾ നേരത്തെ കോട്ടിയാടിലും ലിവിംഗിലും ഒക്കെ കണ്ടില്ലേ, ആ ഒരു നിഷ് ഡിസൈൻ വരുന്നുണ്ട്. ഇനി ടേബിളിന്റെ നേരെ ഭാഗത്ത് കാണുന്ന ആ ഒരു വോളില്ലേ, അവിടെ ആയിട്ട് സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് തന്നെ ഇതുപോലെ ഫുൾ കർട്ടൻസും ആണ് വരുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ മെറ്റൽ വാൾ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്രൊഫൈലായിട്ടും സ്ട്രിപ്പ് ലൈറ്റ്സും LED ലൈറ്റ്സും കൂടാതെ 2 ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇവിടുത്തെ കിച്ചൺ നോക്കാം. കിച്ചന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഷോ കിച്ചൺ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഹാളിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിക്കാണ്. പക്ഷെ ഇവിടെ ഇതുപോലെ ഒരു സ്ലൈഡിംഗ് ഡോറും കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഡോർ ആണ് കേട്ടാ. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ തീമിൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒത്തിരി മനോഹരമായി ഡിസൈൻ ചെയ്തൊരു കിച്ചൺ ആണ് കേട്ടോ ഇത്. ഇവിടെ ഫ്ലോറിലൊക്കെ ആയിട്ട് മാറ്റ് ഫിനിഷിൽ വരുന്ന മാർബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടത്തെ ഈ ഒരു കോർണറിലായിട്ട് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഏകദേശം 330-350 സൈസിലാണ് കേട്ടോ വരുന്നത്. നമ്മുടെ കിച്ചണിന്റെ ഭാഗത്തൊക്കെ പ്ലാനിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് ചേഞ്ചുകളൊക്കെ ഇവർ വരുത്തിയിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ റാക്ക് വരുന്നുണ്ട്. C ടൈപ്പിലാണ് കേട്ടോ റാക്ക് വന്നിട്ടുള്ളത്. റാക്കിന്റെ ബേസിലൊക്കെ ആയിട്ട് നാനോ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഭാഗത്തായിട്ട് തന്നെ ഒരു സിങ്ക് വരുന്നുണ്ട്. ആ ഭാഗത്ത് വെന്റിലേഷനൊക്കെ വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ തന്നെ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ റാക്കിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഗ്യാസ് സ്റ്റവ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണെങ്കിൽ ഇതുപോലെ ചിമ്മിണിയും വരുന്നുണ്ട്. മൊത്തത്തിൽ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ മയാണ് കേട്ടോ. ഇവിടെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് ഒത്തിരി കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലും ആ ഒരു ഗ്രീൻ കളർ കൂടാതെ ആ ഒരു ഗോൾഡൻ മെറ്റൽ കളറും കൂടി വന്നപ്പോൾ നല്ല രസമില്ല ഇത് കാണാനായിട്ട്. ഓരോന്നിനും അതത് ക്യാബിൻസ് തന്നെ ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്തെ സ്റ്റോറേജ് സ്പേസ് ഒന്നും കൂടാതെ മുകളിലായിട്ടും ഇതുപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് തന്നെ ഓവൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഗ്രീൻ കളർ കബോർഡ്സ് കൂടാതെ ഇതുപോലെ ഒരു സിംഗിൾ ആയിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് വരുന്നുണ്ട്. അതിനുള്ളിലായിട്ട് പ്രൊഫൈൽ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും അതുപോലെ ഒരു ഓപ്പൺ സ്റ്റോറേജ് വന്നിട്ടുണ്ട്. ഇവിടെ സീലിംഗിലായിട്ടൊന്ന് നോക്കി, സീലിംഗിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഗ്രീൻ കളർ ഫാൻ ആണ് കേട്ടോ. ആ ഒരു കബോർഡ്സിനൊക്കെ കറക്റ്റ് കളർ തീമിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ കിച്ചന്റെ ഡോറിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു വാൾ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് തന്നെ സ്റ്റോർ റൂം വരുന്നുണ്ട്. ഏകദേശം 150-130 സൈസിലാണ് കേട്ടോ ഈ സ്റ്റോർ റൂം വരുന്നത്. ഓരോ സ്റ്റോറേജ് ഐറ്റംസിന് വേണ്ടിയിട്ടും ഇതുപോലെ ക്യാബിൻസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതേ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിലും ഇവിടെ ആയിട്ട് ഒത്തിരി സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. വാഷിംഗ് മെഷീന്റെ സ്പേസ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ കുഞ്ഞു റാക്കൊക്കെ വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഈ കിച്ചൺ ഇതുപോലെ നല്ല ഭംഗിയാക്കി എടുക്കാനായിട്ടുള്ളത് 4.5 ലക്ഷം രൂപന്റെ അടുത്താണ് കേട്ടാ. ഇതിങ്ങനെ 2 പാർട്ടായിട്ട് കാണിച്ചെങ്കിലും ഇത് മൊത്തത്തിൽ ഒരു ഷോ കിച്ചൺ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് കാരണം ഇതിന്റെ കറക്റ്റ് സൈസ് നമുക്ക് കിട്ടിയിട്ടില്ലേ. ഇനിയിപ്പോ ഇവിടുന്ന് പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി അത് നോക്കല്ലേ. പ്ലാനിലെ സൈസ് പ്രകാരം ഏകദേശം 400-200 സൈസിൽ വരുന്ന നമ്മുടെ ഈ വർക്ക് ഏരിയയിൽ ഫ്ലോറിലൊക്കെ ആയിട്ട് ഇതുപോലെ വുഡൻ ടൈപ്പിലെ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കിച്ചണിന്റെ ഭാഗത്തൊക്കെ ആണ് കേട്ടോ ഇവര് പ്ലാനിൽ കറക്റ്റ് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അപ്പൊ ഇനി ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു കുഞ്ഞു റാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സി ഒക്കെ വെക്കാവുന്ന രീതിക്ക്. അവിടുന്ന് ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ആയിട്ടാണെങ്കിൽ ഒരു ഫാമിലി ഡൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ബെഞ്ചാണ് കേട്ടോ വരുന്നത്. ഇനി ഇവിടെ ഈ കോർണറായിട്ട് തന്നെ ഒരു കുഞ്ഞു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ റെയിലിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതൊരു സ്ലോ പ്രൂഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്.
ഇനി ഇവിടെ പുറത്തേക്കുള്ള ഡോറൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ അത്യാവശ്യം വലിയൊരു സിങ്ക് വരുന്നുണ്ട് കേട്ടോ. അതിന് താഴ്ഭാഗത്തൊക്കെ ആയിട്ട് കബോർഡ്സ് വരുന്നുണ്ട്. മുകളിലായിട്ട് പാത്ര സ്റ്റാൻഡും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഓരോ ഭാഗവും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എൽ ഷേപ്പിൽ ഒരു റാക്ക് പോകുന്നുണ്ട്. അവിടെ ആയിട്ട് ഗ്യാസ് സ്റ്റൗവും കാണാം. ഇവിടെ ഓരോന്നും ഇതുപോലെ കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിലാണ് കേട്ടോ അറേഞ്ച്മെന്റ്സും സെറ്റിംഗ്സും ഒക്കെ വരുന്നത്. നമ്മുടെ ഈ വർക്ക് ഏരിയ മൊത്തത്തിൽ വൈറ്റ്, ബ്ലാക്ക്, ഡാർക്ക് ഗ്രേ വുഡൻ തീമിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ സ്ലോ പ്രൂഫ് ആയിട്ടാണ് വരുന്നത്. അവിടെ റൂഫ് ടൈൽ കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഓടാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമ്മൾ ഇനി തിരിച്ച് ഹാളിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ. അതിനായിട്ട് സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ഇതുപോലെ വുഡൻ ഗ്ലാസ് തീമിലാണ് വരുന്നത്. നമ്മുടെ സ്റ്റെയറിന്റെ താഴ്ഭാഗത്ത് ഇവിടെ 150-200 സൈസിൽ ഒരു പ്രെയർ സ്പേസ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ആയിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. അപ്പൊ നമ്മൾ തിരിച്ച് സ്റ്റെയർക്ക് തന്നെ വരികയാണെങ്കിൽ വുഡ് ആണ് കേട്ടോ ഫ്ലോർ ഒക്കെ വന്നിട്ട്. കൂടാതെ ഹാൻഡ് റെയിലിംഗ് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ടോപ്പ് റെയിലായിട്ട് വുഡും ടഫൻ ഗ്ലാസും കൂടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഹോളിൽ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിലാണ് സ്റ്റെയറിന്റെ സെറ്റിംഗ്സ് ഒക്കെ വരുന്നത്. നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഈ ഭാഗത്തെ വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ വോൾ ഡെക്കേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി സ്റ്റെയർ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് വലിയൊരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ. അതിലായിട്ട് ഫുൾ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ സ്റ്റെയർ ഏരിയയിലെ സീലിംഗിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ ഡിസൈനിങ് ഒക്കെ വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടാതെ ആ ഭാഗം ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തെ വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ആ ഒരു ഹാങ്ങിങ് ലൈറ്റിനോട് മാച്ച് ആവുന്ന തരത്തിൽ ഒരു വോൾ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ വരുന്ന ഒരു ഹോള് വരുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഫർണിച്ചേഴ്സും കാര്യമൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ നീളത്തിൽ ഇതുപോലെ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഒരു വശത്തായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ ഡിസൈനിങ് ഒക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. അതിലായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. അപ്പൊ നമ്മൾ ഇനി മൂന്നാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ 350-330 സൈസിൽ നമ്മൾ താഴെയൊക്കെ കണ്ടില്ലേ ആ ഒരു സെയിം ഡിസൈനിലൊക്കെ വരുന്ന ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ കണ്ട ഈ ഒരു കോട്ടും നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൽ കണ്ട സെയിം ഡിസൈനിൽ വരുന്ന കോട്ടാണ്. ഇനി നമ്മുടെ കോട്ടിന് ഈ സൈഡ് വോളിലൊക്കെ ആയിട്ട് വിൻഡോസ് വരുന്നുണ്ട്. വിൻഡോസിലൊക്കെ ആയിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. സെയിം ഫാബ്രിക്കിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. ഇവിടെ നടുക്കായിട്ട് തന്നെ ഒരു മെറ്റൽ വാൾ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് കേട്ടോ സീലിംഗ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ വാർഡ്രോബിനും ബാത്റൂമിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു സെപ്പറേറ്റ് പ്ലേസ് വരുന്നുണ്ട്. ഇവിടെ വാർഡ്രോബും ആ ഒരു സെയിം ഡിസൈനിൽ വൈറ്റ് ആൻഡ് വുഡ് തീമിൽ സ്ലൈഡിംഗ് ഡോർ വരുന്നതാണ്. ഇവിടെ വോളിലായിട്ട് തന്നെ ഒരു സിമ്പിൾ മിററും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ റൂമിലെ ബാത്റൂം നോക്കുകയാണെങ്കിൽ ഒരു വശത്തായിട്ട് തന്നെ വാഷ് ബേസിന് മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 200-180 സൈസിൽ വരുന്ന നമ്മുടെ ഈ ബാത്റൂമിലായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ടൈലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നാലാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് വന്നിട്ടും ഏകദേശം 330-350 സൈസിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. സെയിം ഡിസൈനിലാണ് ഇവിടെ 4 ബെഡ്റൂമും ഏകദേശം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് കാണുന്ന ഫാമിലി കോട്ടും നമ്മൾ ഫസ്റ്റ് റൂമിൽ കണ്ടില്ലേ ആ ഒരു സെയിം കോട്ടാണ് കേട്ടോ. രണ്ട് വശത്തായിട്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വിൻഡോസിലൊക്കെ ആയിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. നടുക്കായിട്ട് തന്നെ ഒരു വാൾ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ LED ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ വാർഡ്രോബും ബാത്റൂമും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ നേരെ കാണുന്ന വോളിലായിട്ട് തന്നെ മിറർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ സ്ലൈഡിംഗ് ഡോർ ഒക്കെ വരുന്ന വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ തന്നെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ബാത്റൂം നോക്കല്ലേ. ഈ ബാത്റൂം നമ്മൾ നേരത്തെ കണ്ട 3 ബാത്റൂമിൽ നിന്നും കുറച്ചും കൂടി വലുപ്പം വരുന്നുണ്ട് കേട്ടോ. 270-180 സൈസിലാണ് വരുന്നത്. ഒരു വശത്തായിട്ട് തന്നെ വാഷ് ബേസിനും മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചത് ഇവിടുത്തെ ഹോളിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഹോളിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. നമ്മുടെ ലിവിങ് ഏരിയ ഡബിൾ ഹൈറ്റിലല്ലേ വരുന്നത്. ആ ഒരു ഭാഗത്തെ ആ ഒരു ഹാങ്ങിങ് ലൈറ്റൊക്കെ ആണ് കേട്ടോ ഈ കാണുന്നത്. എന്തൊരു ഭംഗിയിലാണെന്നറിയോ ഇവിടെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് ആയാലും ആ ഭാഗത്തെ സീലിങ്ങിലെ ഡിസൈൻ ആയാലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മുടെ ലിവിങ്ങിൻ്റെ ആ ഒരു വ്യൂ വന്നിട്ടും വേറെ ലെവൽ തന്നെയാണ്.
അപ്പോൾ ഫൈനലി നമ്മളിത് ഇനി ഇവിടുത്തെ ബാൽക്കണിയാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. 250x150 സൈസിൽ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തൊരു ബാൽക്കണിയാണ് കേട്ടോ ഇത്. ഇവിടെ ദാ സീലിംഗിലായിട്ട് ഇതുപോലെ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ എൻഡിലൊക്കെ ആയിട്ട് ഗ്ലാസ് റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വശത്തായിട്ട് നമ്മൾ അവിടുന്ന് എക്സ്റ്റീരിയർന്ന് കണ്ടില്ലേ, ആ ഒരു ഭാഗമാണ് കേട്ടോ. അവിടെ ടെക്സ്ചർ പെയിന്റ് ആണ് വരുന്നത്. ഇവിടുന്ന് ഇതാ രാത്രിയായ പുറത്തേക്കുള്ള ആ ഒരു വ്യൂ വന്നിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാ, നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായോ? ഈ വീടിന്റെ കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഒപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി ആവശ്യക്കാർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കൂട്ടാ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.